എൻ്റെ പേര് ഏലിക്കുട്ടി, വാഴക്കുളത്തു നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മോൻ 3 വർഷമായി സ്ലോവാക്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. പല ഇൻ്റർവ്യൂകളിലും പോയി, അതൊന്നും സക്സസ് ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ 7 രൂപയുടെ ലിങ്ക് എനിക്ക് കിട്ടുന്നത്. അത്ഭുത ജപമാല 7 പ്രാവശ്യവും കണ്ടു. അതിൽ ഒരാഴ്ചത്തേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ജെറിൻ എന്ന മകനോട് നന്നായി പ്രാർത്ഥിക്കാൻ. ആ 7 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ജെറിൻ എന്ന മകന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ. ആ 33 ജപമാലയും കഴിഞ്ഞിട്ട് അവനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നില്ല. എൻ്റെ മകളുടെ ഭർത്താവ് മാർച്ച് മാസത്തിൽ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, സ്ലോവാക്യയിലേക്ക് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകന് വിസ തടസ്സം ദൈവം എടുത്തു മാറ്റുന്നു. അതേ മെസ്സേജ് തന്നെ മോന് കൗൺസിലിങ്ങിൽ പറഞ്ഞു, സ്ലോവാക്യയിലേക്ക് പോകാനിരിക്കുന്ന ഒരു മോൻ്റെ വിസ തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. മകൻ്റെ ഈ മെസ്സേജ് വന്നപ്പോൾ അത് എൻ്റെ ജെറിന് തന്നെയാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ഞാൻ 90 ദിവസത്തെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ 90 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 87 ആയപ്പോഴത്തേക്കും അവന് ഇൻ്റർവ്യൂവിനൊന്നും വിളിക്കുന്നില്ല. ഓൾറെഡി അവൻ്റെ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചിരുന്നു. അങ്ങനെ എനിക്കും ഭയങ്കര വിഷമമായി. ഞാനും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 87ാമത്തെ ജപമാല, അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈശോയെ, ഞാൻ ഈ ജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഇൻ്റർവ്യൂവിന് വിളിക്കുവാണെങ്കിൽ ഞാൻ 90 അത്ഭുത ജപമാല കണ്ട് ഞാൻ നന്ദി പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഈശോ അനുഗ്രഹിച്ചു. അന്ന് രാത്രി ഒരു 8 മണിയായപ്പം മോൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജൂൺ 15-ാം തീയതി അവൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് അവൻ സക്സസ് ആയി. ജൂൺ 27-ാം തീയതി സ്ലോവാക്യയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. 27-ാം തീയതിയിലുള്ള ടിക്കറ്റ് എടുത്തു. 27-ാം തീയതി തന്നെ സ്ലോവാക്യയിലേക്ക് പോയി. അവൻ ഓഗസ്റ്റ് 15-ാം തീയതി ജോലിയിൽ കയറി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നതിന് ദൈവത്തിന് 1000 നന്ദി സ്തുതിയും അർപ്പിക്കുന്നു.